ഇന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയെ കുറിച്ചിട്ടും ഒപ്പം തന്നെ ശശികല ടീച്ചർ എന്ന പേരുള്ള ഒരു സംഗീത ചേച്ചിയെ കുറിച്ചിട്ടാണ്. രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് ചേർത്തിട്ട് ഒരു വിഷയം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ശരിയല്ലാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം രണ്ട് ചേരിയിലാണ്. ശിവൻകുട്ടി എന്ന് പറയുന്നത് മനുഷ്യന്റെ പക്ഷത്തും നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്നത് ഏതൊരു ചാണകത്തിന്റെ പക്ഷത്തും. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ഗംഭീര സിനിമ എന്ന് സംഘികളെല്ലാവരും പുകഴ്ത്തുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു. കേരള സ്റ്റോറി 2 അതിന്റെ രണ്ടാം ഭാഗം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സംഘി പ്രൊപ്പഗണ്ട സിനിമയാണ്. കേരളം എന്ന് പറയുന്ന നമ്മുടെ നാടിനെ എങ്ങനെയെങ്കിലും താറടിക്കണം. കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കൂടുതൽ ഈ പ്രണയിച്ചിട്ട് മുസ്ലിം വിഭാഗം ഹിന്ദുക്കളെ മതം മാറ്റുന്നുവെന്നും പിന്നീട് അവരെ മതത്തിലേക്ക് കൊണ്ടുപോകുന്നെന്നും അങ്ങനെ പ്രണയിച്ച് മതം മാറ്റപ്പെടുന്ന ആ പെൺകുട്ടികൾ അതിഭീകരമായ പീഡന മുറകൾക്ക് ഈവൻ ബീഫ് പോലും നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഈ സംഘി പ്രൊപ്പഗണ്ട ചാനലിൽ നിന്നല്ല അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ നിന്നല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളം സ്റ്റോറി എന്ന പേരിൽ ഈ ഒരു സിനിമ ഇറങ്ങി നമുക്കറിയാം. എന്തായാലും അത് വളരെ ഫണ്ണിയാണ്, വളരെ തമാശയാണ്. കേരളത്തിലെ ആളുകളൊക്കെ അതിനൊരു പുല്ല് വില പോലും കൽപ്പിച്ചിട്ടില്ല. മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തെ താറടിക്കുക മാത്രമാണ് ആ ഒരു സിനിമയുടെ ലക്ഷ്യമെന്ന് അത് ട്രെയിലർ കണ്ട ആളുകൾക്ക് തന്നെ മിക്കവാറും മനസ്സിലായിരിക്കും. കുറച്ചു സംഘികൾ എല്ലാവരും കൂടിയിട്ട് ആ സിനിമ കാണാൻ പോകുന്നില്ല. അതിന്റെ അപ്പുറത്തേക്ക് വിജയമൊന്നും കേരളത്തില് ആ സിനിമ ഉണ്ടാക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളൊക്കെ വെറും ബീഫൊന്നും കഴിക്കാറില്ല. ഞാനൊരു സോക്കോട് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, സനൂപ് ധാവോ എന്ന് പറഞ്ഞ ഞാൻ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ നല്ല ബീഫ് കഴിക്കും. എനിക്ക് ബീഫ് കൊണ്ട് ഉണ്ടാക്കുന്ന ഏത് വെറൈറ്റി ഫുഡും ഞാൻ നല്ലതുപോലെ തട്ടിവിടുന്ന ഒരാളാണ്. പക്ഷെ ബീഫ് മാത്രം തന്നെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ബീഫിന്റെ ഒപ്പം ഒന്നെങ്കിൽ എനിക്ക് പൊറോട്ട വേണം, അല്ലെങ്കിൽ നല്ല ചപ്പാത്തി, അല്ലെങ്കിൽ നല്ല പത്തിരി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളിതൊക്കെ കഴിക്കും. എന്തൊക്കെയായാലും ഈ ഒരു വിഷയം വന്ന സമയത്ത് ശിവൻകുട്ടി എന്ന് പറയുന്ന പൂക്കി എന്നൊക്കെ കുട്ടികൾ വിളിക്കുന്ന ആ മനുഷ്യന്റെ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. മന്ത്രിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: നിങ്ങൾ ചാണകം തിന്നുമ്പോൾ, ശരിയല്ലേ, നിങ്ങൾ ചാണകം തിന്നുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഇഷ്ടമുള്ളവർ ബീഫും മട്ടനും ചിക്കനും ഒക്കെ കഴിക്കും. നിങ്ങൾ ചാണകം തിന്ന് നടന്നോളിൻ എന്ന് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞു. തീർച്ചയാണ് ഇത് ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട്, ഇതിനെ കളിപ്പിച്ചുകൊണ്ട്, ഇതിനെ എതിർത്തുകൊണ്ട് ശശികല ടീച്ചർ ഒരു 4 മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ്: ഇതാണ് കേരള മോഡൽ. ഈ എഴുത്തൊക്കെ വിചാരിച്ച് നമ്മൾ വിചാരിക്കുക നമ്മുടെ കേരളത്തെ സപ്പോർട്ട് ചെയ്യാവുന്നത്. ഈ ആയമ്മ മലയാളം സംസാരിക്കുന്ന ഒരാളാണ്, അധ്യാപികയായിരുന്നു. അത് കേരളത്തിന്റെ ശമ്പളമൊക്കെ വാങ്ങിച്ച് ജീവിച്ചൊരു അധ്യാപികയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അധ്യാപികയായിരുന്നു. എന്നാലും ഈ അധ്യാപികയായാലും എന്ത് തന്നെ പ്രൊഫഷനിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഈ സംഘിയാവുക, BJP-ക്കാരെ ആവുക, അല്ലെങ്കിൽ സംഘപരിവാര സംഘടന ഒപ്പം ചേർന്ന് നിൽക്കുക, സോക്കോള് തീവ്ര ഹിന്ദുത്വവാദി ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനാവാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അറ്റ്ലീസ്റ്റ് കേരളത്തിനെ എതിർത്തുകൊണ്ടേയിരിക്കുക, കേരളത്തിൽ തന്നെ താമസിക്കുക, എന്നിട്ട് കേരളത്തിൽ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ചില പണ്ടൊക്കെ പറയും കിടക്കുന്ന കൂട്ടി തന്നെ വിസർജിക്കുന്ന നായ എന്നൊക്കെ പണ്ട് VS അച്യുതാനന്ദൻ ആരെയോ വിളിച്ചിരുന്നു. അത് ആരെയോ വിളിച്ചിരുന്നപ്പോൾ രാഷ്ട്രീയം നോക്കുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലായിരിക്കും. എന്തായാലും നമുക്ക് ശശികല ടീച്ചറുടെ പോസ്റ്റ് വായിക്കാം. ഇതാണ് കേരള മോഡൽ. ഇതൊരു മന്ത്രിയാണ്, വെറും മന്ത്രിയല്ല, വിദ്യാഭ്യാസ മന്ത്രി ആണെന്നേ. അസല് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അടുത്ത തവണ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഇപ്പോഴേ തയ്യാറാക്കി വെച്ച ഒരു മനുഷ്യൻ കൂടിയാണ്. പിള്ളേർക്ക് എല്ലാവർക്കും ഈ മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊന്നും ഇഷ്ടാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങളുടെ സുരേഷ് ഗോപി ചേട്ടനെ പോലെ എന്നും തെറിയും പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല. എന്തൊക്കെയായാലും 4 അക്കം വായിക്കാൻ നാരായണ ചൊല്ലുന്ന പ്രശസ്ത ഡെസ്ക് ടോപ്പ് ഡാൻസർ വെറും സൈബർ ഗുണ്ട എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഈ നമ്മുടെ ടീച്ചർ എന്ന് പറയുന്നവർ എഴുതിയിരിക്കുന്നത്. സൈബർ ഗുണ്ടയാണ് അത്ര നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന് ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈകളൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും, നാവൊക്കെ കൃത്യമായിട്ട് വഴങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും അത്ര കൃത്യമല്ല എന്നൊക്കെ പറയേണ്ടി വരും. അദ്ദേഹത്തെ അസുഖത്തെ പോലും മാനിക്കാതെയാണ്, അദ്ദേഹത്തിന് ഇപ്പോഴുള്ള പ്രായത്തെ പോലും മാനിക്കാതെയാണ് ഈ ഒരു ആക്ഷേപം കേരളത്തിൽ ജനിച്ചു വീണ ഇത്തരം ആളുകൾ. ഇതാണ് സനാതന ധർമ്മം എന്നൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. ഇതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സനാതന ധർമ്മം. തൊട്ടപ്പുറത്തുള്ള എതിർ പക്ഷക്കാരായിട്ടുള്ള ആളുകൾ ഗുണ്ട എന്നും ഡെസ്ക് ടോപ്പ് ഡാൻസർ എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രത്യേകതരം മനസ്ഥിതിയാണ് ഇവർക്കുള്ളത്. മന്ത്രി പുങ്കവ, ഇവിടെ മതം മാറേണ്ടി വന്നവരെ പറ്റി താങ്കളുടെ സർക്കാർ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതൊരു മത സർക്കാർ അല്ലല്ലോ പ്രിയപ്പെട്ട ടീച്ചറെ, ഇതൊരു മത സർക്കാരല്ല.
ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാൻ രാജ്യമോ എന്നല്ല. എത്ര മതമുണ്ട്, മതത്തിൽ നിന്ന് എത്ര മറ്റു മതക്കാരുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കണക്കെടുക്കാൻ ഇത്, അല്ലെങ്കിൽ മതം മാറേണ്ടി വന്ന ആൾക്കാർ ആരൊക്കെയാണ്, എത്ര പേര് മതം മാറി എന്നൊക്കെ അന്വേഷിക്കാൻ ഇത് മത സർക്കാരല്ല. ഒരുപക്ഷെ നിങ്ങൾ BJP സർക്കാരൊക്കെ വിടുകയാണെങ്കിൽ ചിലപ്പോൾ ആ രീതിയിലൊക്കെ കണക്കുകളൊക്കെ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും നോക്കിക്കോളൂ. താങ്കളുടെ സർക്കാർ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതല്ല പണി. അത്തരം ഒരാളോടെങ്കിലും എന്തെങ്കിലും വസ്തുതാന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതല്ല പണി. ഏതെങ്കിലും മതത്തിന് പിന്നാലെ നടക്കലല്ല ഒരു ഗവൺമെന്റിന്റെ പണി. ഏതെങ്കിലും മതവാദികൾക്ക് ചൂട്ടുപിടിക്കലല്ല ഗവൺമെന്റിന്റെ പണി. ഈ കേരളത്തില് ജീവിക്കുന്ന നിങ്ങളടക്കമുള്ള ഇത്തരം തോന്നലുകളുള്ള നിങ്ങളടക്കമുള്ള ആളുകളെ ഒരേപോലെ കാണുകയും എല്ലാവർക്കും വേണ്ട വികസന കാര്യങ്ങൾ ചെയ്തു കൂട്ടുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ പണി. അത് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് സത്യസന്ധമായിട്ട് 100% ചെയ്തു തീർത്തിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. വസ്തുനിഷ്ഠമായി പരിശോധിക്കുകയാണെങ്കിൽ എന്റെ വീഡിയോ കാണുന്ന പലർക്കും അത് തോന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും മതം മാറ്റ കേന്ദ്രങ്ങളെ പറ്റി എന്തെങ്കിലും ധാരണ താങ്കളുടെ സർക്കാരിനുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഹിന്ദു മതത്തിലുമില്ലേ? ഹിന്ദു മതത്തിലേക്ക് മതം മാറ്റാൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങളില്ലേ? മുസ്ലിം മതത്തിലേക്ക് മതം മാറ്റാൻ വേണ്ടി കേന്ദ്രങ്ങളില്ലേ? ഇനി മതം മാറുക എന്ന് പറയുന്നത് ഒരു സർക്കാർ പരിപാടിയല്ലല്ലോ, അത് പേഴ്സണൽ ചോയ്സ് അല്ലേ. ഞാനിപ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്കിപ്പോൾ ഒരു 50 വയസ്സാവുന്ന സമയത്ത് 60 വയസ്സാവുന്ന സമയത്ത് ഈ ഒരു പഠിച്ച മതത്തിനേക്കാൾ ബെറ്റർ ആയിട്ട് മതം വേറെ മതമാണെന്ന് ഒരു തോന്നലേങ്ങ എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് എല്ലാ മതവും തേങ്ങയുടെ മൂടാണ്. ഒരു മതത്തിലും ഒരു അംശം പോലും മനുഷ്യത്വം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ആ വിഷയം വിട്ടേക്കുക, എങ്ങോട്ട് മാറാൻ പോകുന്നില്ല. ഇതിൽ ജനിച്ചു പോയതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഇവരെ വാക്കുകൾക്ക് എതിർക്കാൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ വേണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയായാലും ഇങ്ങനെ എന്തെങ്കിലും കേന്ദ്രങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തുകയാണെങ്കിൽ എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഈ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അത് മുസ്ലിം മതത്തിലേക്ക് മാത്രമല്ല ഹിന്ദു മതത്തിലേക്ക് മതപരിവർത്തനം നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ കണക്കെടുക്കലൊക്കെ ഭയങ്കര മോശമായ കാര്യമില്ലേ? ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് മതം എന്നിരിക്കെ മതത്തിന്റെ കാര്യത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റ് ഇടപെടുകയും ഇടപെടാം, അത് രാജ്യവിരുദ്ധമാണെങ്കിൽ അതേ സമയത്തിന് മതങ്ങളെല്ലാം കൂടി ഗവൺമെന്റിന്റെ മേലേക്ക് ഇടപെടുകയും ചെയ്യുന്ന പരിപാടി നടക്കില്ല ഒരു ജനായത്ത സംവിധാനത്തിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഒരു ടീച്ചറല്ലേ, ഇതൊക്കെ എന്താ അറിയാതിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, പക്ഷെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് ഒക്കൂ എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. മതം മാറ്റുന്ന ഘട്ടത്തിൽ അവരനുഭവിക്കുന്ന മെന്റൽ ട്രോമ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതിന് മതം മാറലും മതം മാറ്റലല്ലോ നാട്ടുകാരെ പണി, അല്ലാതെ ഈ ഗവൺമെന്റിന്റെ പണി എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വീണ്ടും വീണ്ടും പറയിപ്പിക്കേണ്ടി വരുന്നു. എന്തായാലും മതേതരം പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം മാറ്റ ഏജന്റുമാർ കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? എന്തൊക്കെ അല്ലേ! മതം മാറ്റാൻ വേണ്ടിയുള്ള ഏജന്റുമാർ നമ്മുടെ കോളേജുകളിൽ മുഴുവൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഴുവൻ കറങ്ങി നടക്കുകയാണ് എന്നാണ് ഈ ആയ്മ കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് വേറെ ഒന്നും അന്വേഷിക്കാനില്ലേ? നമ്മുടെ രാജ്യത്തെ പട്ടിണിയിൽ കിടക്കുന്ന ആളുകൾ, കഷ്ടപ്പാടുകൾ, അസുഖം കൊണ്ട് ഒക്കെ കഷ്ടപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ട്? അതൊന്നും ഇത്തരം ആളുകൾ അന്വേഷിക്കില്ല. ഇവർക്ക് ശബരിമലയും രാമനും മുസ്ലിമും പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും കുരിശും ഇതൊക്കെയാണ് ഇവരുടെ വിഷയം. അതിനപ്പുറത്തേക്ക് വിഷയങ്ങളൊന്നും ഇവർക്കില്ല. മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പോലും ഈ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ ഇടപെടില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും കേരളത്തിൽ ഒരിടത്തും ഗോമാംസം തീറ്റികൾ നടന്നിട്ടുണ്ടാകില്ല എന്ന് എന്ത് ധൈര്യത്തിലാണ് അങ്ങ് തട്ടിവിട്ടത്? 100% ധൈര്യത്തിൽ. കാരണം കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരുപക്ഷെ 99.9% ആൾക്കാർ, 1% ആൾക്കാരാണ് മാറ്റിവെക്കാം. 9% ആൾക്കാരും മാംസം കഴിക്കുന്നവരാണ്. മാംസമാണ് കഴിക്കേണ്ടത്. മനുഷ്യ ശരീരത്തിന് മാംസമാണ് ഏറ്റവും ഉത്തമ ആഹാരം എന്ന് കൂടി ഈ വീഡിയോ വഴി ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു. അത് വേറെ കാര്യം. എന്നാലും മാംസാഹാരമാണ് നമ്മളൊക്കെ കഴിക്കേണ്ടത്. അധികം പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ചവച്ചു കൂട്ടിക്കൊണ്ട് വേറെ അസുഖങ്ങളൊക്കെ എന്താ പറയാ വന്നുകൂടുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ രീതികളല്ല എന്താണ് മാംസാഹാരമൊക്കെ ശീലിക്കാനും ഒക്കെ ഉള്ള രീതികളാണ് നമുക്കുള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കി നന്നായിരിക്കും. പിന്നെ ഗോമാംസം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ആളുകൾക്കൊക്കെ ഇത് പച്ച പുച്ഛമാണ്. പശുക്കളെ കൊന്നിട്ട് അതിന്റെ മാംസം കൊടുക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി അതൊക്കെ വളരെ വിരളമാണ്. ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും അത്ര വലിയ വിഷയമായിട്ടൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും എടുക്കാറില്ല. നമുക്ക് ഈ കേരളത്തിലെ ആളുകൾ ഈ പശുവിനൊന്നും അമ്മയായിട്ടും എന്താ പറയാ മാതാപിതാക്കളായിട്ടും കൊണ്ടു നടക്കുന്നില്ല. ഒരു മിനിറ്റ്. എന്തായാലും അങ്ങനെ അമ്മയായിട്ടും മറ്റൊന്നും ഈ പശുവിനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരൊന്നല്ല കേരളത്തിലുള്ളത് എന്നൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ തട്ടിവിടുമ്പോഴേ ഗോമാംസം തീറ്റിക്കൽ
കേരളത്തിൽ എല്ലായിടത്തും ഈ തീറ്റിക്കലുണ്ട്. ആ ഗോമാംസം അല്ല, നല്ല ബീഫാ. നിങ്ങൾ തന്നെ ഇറങ്ങി കേരളത്തിലേക്ക്, എന്നിട്ട് ഒട്ടുമിക്ക ഹോട്ടലും കയറിയിട്ട് അന്വേഷിച്ചോളൂ, ബീഫ് ഉണ്ടായിരിക്കും. അത് തീറ്റിക്കുന്നു വേണ്ട, സ്വമനസാലെ ആഗ്രഹിച്ച് പൈസയുണ്ടാക്കി സുഹൃത്തുക്കളൊക്കെ ക്ഷണിച്ച്, എടാ ബീഫ് അടിച്ചാലോ, ബീഫും പൊറോട്ട അടിച്ചാലോ എന്നൊക്കെ വിളിച്ചു ചോദിച്ച്, പിന്നെ പൊളിയിലെ ഇറങ്ങാ, എപ്പോഴിറങ്ങുക, ഞാൻ എപ്പോഴിറങ്ങും എന്നൊക്കെ പറഞ്ഞ് ചുറ്റുപാടുള്ള സുഹൃത്തുക്കളെ വിളിച്ച്, സുഹൃത്തുക്കളായിട്ടാ, അല്ലാതെ ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ എന്നൊന്നല്ല ഞാൻ പറഞ്ഞേ, സുഹൃത്തുക്കളെ ക്ഷണിക്കുക. ആ സുഹൃത്തിന്റെ ജാതി ഏതാ, മതം ഏതാന്ന് ഇതുവരെയും അന്വേഷിച്ചിട്ടില്ല. ബീഫ് തിന്നാൻ പോകുമ്പോ അങ്ങനെ പോകുന്നതാ. അതുകൊണ്ട് തീറ്റിക്കുന്ന ഏർപ്പാടൊന്നും കേരളത്തിൽ നടക്കില്ല, നടന്നിട്ടില്ല. ഒന്നുകൂടി, പിന്നെ മറ്റൊന്നുകൂടി, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഒരു 10 വർഷം കൂടി ഇരുന്നാൽ ഇവിടെയുള്ളവർ മണ്ണും ചാണകം തന്നെ തിന്നേണ്ടി വരുമെന്ന് അതായത് ഇവര് ഇപ്പൊ മറ്റുള്ളവർ തീറ്റിക്കുന്നുണ്ടല്ലോ കുറെ ചാണകങ്ങളൊക്കെ. ഉത്തരേന്ത്യയിൽ എത്ര പേരാണ് ഇവര് മണ്ണും ചാണകം തീറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ എന്തായാലും കേരളത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലാണ് താങ്കൾ താമസിക്കുന്നത്, കേരളത്തിലാണ് താങ്കൾ ജീവിക്കുന്നത്, എന്നിട്ടും കേരളത്തിനോട് ഒരു സ്നേഹവും ഇല്ലല്ലോ എന്നതാണ്. എന്നാൽ അതേസമയം ഇതിന്റെ അവസാനം UP-യിലുള്ള ഒരു ദൃശ്യം കൂടി കണ്ടിട്ട് ഞാൻ അങ്ങനെ അവസാനിപ്പിക്കാം. കേരളത്തിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ദൃശ്യം നിങ്ങൾക്ക് കണി കാണാൻ കഴിയില്ല, ജന്മത്തിൽ കാണാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒരു ദൃശ്യമില്ല. എന്നാൽ UP-യിലെ ഒരു ദൃശ്യം കാണാം. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് UP-ത്തെ. കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മയുടെ കാല് തടവിക്കൊണ്ടേ ഇരിക്കുകയാണ്, അമ്മയുടെ ജീവന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും അവരെ പരിശോധിക്കാൻ വേണ്ടി വരുന്നില്ല എന്നാണ്. ആ ദുരന്ത ദൃശ്യം നോക്കൂ. ഞാൻ ശബ്ദമൊന്നും കാണിച്ചു തരുന്നില്ല. ആ ദുരന്ത ദൃശ്യം നോക്കൂ. കൊച്ചു കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്. ഡോക്ടർ ഒന്ന് വരാൻ വേണ്ടിയിട്ട് അവിടെ കാല് തടവിക്കൊണ്ടേ ഇരിക്കുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പായുകയാണ്. നമ്മുടെ ഹോസ്പിറ്റൽ എങ്ങനെയാണോ? അല്ല, കൊണ്ടെത്തിക്കുമ്പോഴേക്കും അവിടെ ഡോക്ടേഴ്സ് ഒക്കെ റെഡി ആയിരിക്കും, കാര്യങ്ങൾ നോക്കാൻ, പരിശോധിക്കാൻ. ഡേഞ്ചറസ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് അടുത്തതിലേക്ക് മാറ്റുന്നതിന് ഡോക്ടേഴ്സ് റെഡി ആയിരിക്കും. ഇത്തരം സിറ്റുവേഷനൊക്കെ എൻ്റെ പൊന്നു ടീച്ചറെ കേരളത്തിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. അതൊക്കെ ഉള്ളത് ഇപ്പോഴും അങ്ങ് ഉത്തരേന്ത്യയിലാണ്, UP-യിലാണ്. ഇവിടെയൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല. ഇനി സാധ്യതയുണ്ട് കേട്ടോ. എങ്ങാനും നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് താങ്കളെപ്പോലുള്ള ആളുകളൊക്കെ ഇവിടെ അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളൊക്കെ മിക്കവാറും മണ്ണും ചാണകമൊക്കെ തിന്നേണ്ടി വന്നേക്കാം. സാധ്യതകൾ അങ്ങനെയാണ്. ബൈ.